പരിശുദ്ധമായ റജബിൻ്റെ 18ാമത്തെ ദിവസം ഇന്ന് മഗ്‌രിബായി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു രാത്രി കടന്നു വരികയാണ്. വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച രാവിൻ്റെ ശ്രേഷ്ഠതകൾ പറയണ്ട, അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ്. പക്ഷേ ഇന്നത്തെ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് വിശുദ്ധ റജബിൻ്റെ വെള്ളിയാഴ്ചയാണ്. ദുആക്ക് വളരെ ഇജാബത്തുള്ള ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങളുടെ കലവറകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് തുറന്നു തരുന്ന രാത്രി. ഞാൻ ഒരു അമല് പറഞ്ഞു തരാം. ഈ അമലിൻ്റെ പ്രത്യേകത, ആകാശ ലോകത്തു നിന്നും അള്ളാഹു കുറേ മലക്കുകളെ ഭൂമിയിലേക്ക് അയക്കും. ഈ മലക്കുകളുടെ കൈവശം വെള്ളിയുടെ ഏടുകൾ ഉണ്ടാകുമെന്നും ആ ഏടുകളിൽ എഴുതാനുള്ള കലമുകൾ, പേനകൾ സ്വർണത്തിൻ്റേതായിരിക്കുമെന്നും ചില ആളുകൾ ചെയ്യുന്ന അമാലുകൾ ഈ മലക്കുകൾ രേഖപ്പെടുത്തും. ഏതാണ് ആ അത്ഭുത അമൽ ചെയ്യുന്ന മനുഷ്യരെന്ന് നമുക്കറിയണ്ടേ? ഞാനും നിങ്ങളും ആ കൂട്ടത്തിലൊന്ന് പെടണ്ടേ? എന്നാൽ ആ അത്ഭുതപ്പെടുത്തുന്ന അമൽ ചെയ്യുന്ന മനുഷ്യർ വളരെ നിസ്സാരമായ, വളരെ ചെറിയ ഒരു അമല് ചെയ്യുന്നവരാണ്. സുബ്ഹാന ജല്ല ജലാലു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ഇന്നത്തെ രാത്രി നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയ, നാളത്തെ പകൽ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയ ആ അത്ഭുത അമൽ എന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. വീഡിയോ മുഴുവനും കേൾക്കണേ. നമ്മുടെ ജീവിതത്തിൽ വലിയ മൻഫഅത്ത്, ഫലം ലഭിക്കുന്ന അമലാണ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. പരിശുദ്ധമായ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണില്ലേ. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാൻ തയ്യാറാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴും റബ്ബിനോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. റബ്ബന തഖബ്ബൽ മിന്ന. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്ത അമലുകളെയൊക്കെ ഒന്ന് നീ കബൂലാക്കി തരണേ അള്ളാഹ് എന്ന്. നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ റബ്ബ് കബൂലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു കബൂലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ മഹത്തായ ഒരു ദുആയാണ് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്തത് തവ്വാബുർ റഹീം. നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. ഇന്ന് മഗ്‌രിബോട് കൂടിയിട്ട് വെള്ളിയാഴ്ച രാവ് കടന്നു വരികയാണ്. വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരുപാട് ചെയ്യാൻ ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയ അമൽ, ഏറ്റവും നല്ല ഫളിലുള്ള, ഏറ്റവും കൂടുതൽ ചെയ്യാൻ, അധികരിപ്പിക്കാൻ പറഞ്ഞ അമൽ സ്വലാത്താണ് ഇല്ലേ. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ സ്വലാത്ത് പറഞ്ഞുതരാം. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹബീബായ നബി തങ്ങളുടെ ഹദീസ് തന്നെ പറയുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഹദീസ്. ഇദാ കാന യൗമുൽ ഖമീസ് ഇൻദൽ അസ്ർ. ഇന്നത്തെ ദിവസം അസർ നിസ്കാരത്തിന് ശേഷം, അതാ പറഞ്ഞത്, അസറിനോട് അടുത്ത സമയത്ത് അഹ്ബതല്ലാഹു അസ്സ വജല്ല മലായികതൻ മിനസ് സമാഇ ഇലൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തു നിന്നും ഭൂമിയിലേക്ക് ഒരു പറ്റം മലക്കുകളുടെ ഒരു സംഘത്തെ അയക്കും. അല്ലാഹു ഇറക്കും ഭൂമിയിലേക്ക്. എന്താണ് അവരുടെ പ്രത്യേകത? മഅഹാ സ്വഹായിഫു മിൻ ഫില്ല. അവരുടെ കൂടെ, അവരുടെ പക്കൽ വെള്ളിയുടെ ഏടുകളുണ്ടാകും, വെള്ളിയിനാലുള്ള ഏടുകളുണ്ടാകും. ബി ഐദീഹിം അഖ്ലാമും മിൻ ദഹബിൻ. ആ വ്യക്തികളുടെ, ആ മലക്കുകളുടെ കയ്യിൽ കലമുകളുണ്ടാകും, പേനകളുണ്ടാകും. ആ പേന എങ്ങനെ? സാധാരണ നമ്മുടെ കയ്യിരിക്കുന്ന പേന പോലത്തെ പേനയല്ല, മറിച്ച് സ്വർണത്തിനാലുള്ള പേന ഉണ്ടാകും. സ്വർണത്തിൻ്റെ പേന കൊണ്ട് ഭൂമിയിലേക്ക് വെള്ളിയുടെ ഏടുകളുമായി ആ മലക്കുകൾ കടന്നു വരും. എന്നിട്ടോ തക്തുബു സ്വലാത്ത അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി ഇലാ ഇൻദ ഗുറൂബി ശംസി മിൻ യൗമിൽ ജുമുഅ. എന്നിട്ട് അവരുടെ പണി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് അവരുടെ പണി? വന്നിട്ട് ഈ വെള്ളിയുടെ ഏടും സ്വർണത്തിൻ്റെ പേനയൊക്കെ ആയിട്ട് വന്നിട്ട് അവരുടെ ജോലി എന്താ? അവർ ഇങ്ങനെ എഴുതും. എന്ത്? ഹബീബായ നബി തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും ആരെല്ലാം സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ ആ ചൊല്ലിയവരുടെ സ്വലാത്ത്, അവരുടെ പേരും ചേർത്തിട്ട് ഹബീബായ നബി തങ്ങളുടെ മേൽ ഇന്നാലിന്ന വ്യക്തി സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് ഈ ഏടുകളിൽ സ്വർണ്ണ പേന കൊണ്ട് എഴുതിയിട്ട് അവർ ഏതുവരെ? വെള്ളിയാഴ്ച ദിവസം സൂര്യൻ അസ്തമിക്കുന്നതുവരെ അവരുടെ പണി ഇതാണ്. അസറിന്, ഇന്നത്തെ ദിവസം അസറിന് ഇറങ്ങി വന്നിട്ട് നാളത്തെ ദിവസം മഗ്‌രിബ് വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ മലക്കുകളുടെ ജോലി, ആരെല്ലാം നബി തങ്ങളുടെ മേലും നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ ആ സ്വലാത്ത് ഇങ്ങനെ എഴുതി വെക്കും. അതിങ്ങനെ രേഖപ്പെടുത്തും. ഇന്നാലിന്നവർ മുജീബുർ റഹ്മാൻ ഇബ്നു ജലാലുദ്ദീൻ തങ്ങളുടെ മേൽ ഇന്ന സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന്, തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന്. ഏതാണ് ആ സ്വലാത്ത്?
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമുക്കൊക്കെ അറിയുന്ന സ്വലാത്താണ്. ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ചൊല്ലിക്കൂടെ ഇൻഷാ അല്ലാഹ്. അത് ഇത്ര എണ്ണമൊന്നും ഇല്ല കേട്ടോ. എത്രയാണോ ചൊല്ലാൻ പറ്റുന്ന അത്രയും അധികരിപ്പിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹ് നീ അധികരിപ്പിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇനി പറയാം, ആരെങ്കിലും ഒരാൾ ഈ ഒരു സ്വലാത്ത് അധികരിപ്പിച്ചതിന് ശേഷം ആ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അയാളുടെ ആവശ്യങ്ങൾ പറഞ്ഞു. എന്താണോ ആവശ്യം അത് പറഞ്ഞു. എന്നാൽ ഖലല്ലാഹു ലഹു 60 ഹാജതൻ. എത്ര ആവശ്യം? 60ഓളം വരുന്ന ആവശ്യങ്ങൾ അള്ളാഹു അയാൾക്ക് പൂർത്തീകരിച്ചു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചെയ്ത ചെറിയൊരു അമലിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിക്ക് അള്ളാഹു അയാളുടെ 60 ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും. നമുക്ക് എത്രയോ ആവശ്യങ്ങളുണ്ട്. ഒന്ന് റബ്ബിൻ്റെ മുമ്പിൽ എന്താണ് അതിന് ചെയ്യേണ്ട അമലെന്താ? ഒരു 100 തവണ ഈ ഒരു സ്വലാത്ത് ചൊല്ലുക. ഹബീബായ നബി തങ്ങൾ തന്നെ പരിചയപ്പെടുത്തുകയാണ്, ആരെങ്കിലും ഒരാൾ മൻ സല്ലാ അലയ്യ യൗമൽ ജുമുഅ, ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഒരാൾ എൻ്റെ മേൽ ചൊല്ലിയാൽ മിഅത്ത സ്വലാത്ത്, ഈ സ്വലാത്ത് ഒരു 100 സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലി, 100 സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് 100 തവണ ചൊല്ലിയാൽ ഖലല്ലാഹു ലഹു 60 ഹാജതൻ. എത്ര ആവശ്യം? 60 ആവശ്യങ്ങൾ. അതിൽ പറയുന്നു സലാസൂന ലിദ്ദുന്യ വ സലാസൂന ലിൽ ആഖിറ. 30 ആവശ്യങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. അതായത് ഭൂമിയിൽ അയാൾക്ക് വേണ്ട 30 ആവശ്യങ്ങളും നാളെ ആഖിറത്തിൽ വേണ്ട 30 ആവശ്യങ്ങളും. കേവലം ഭൂമി മാത്രമല്ല, നമ്മൾ ഈ ജീവിക്കുന്ന ദുനിയാവിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, മറിച്ച് നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ആവശ്യങ്ങളും 30 എണ്ണം പൂർത്തീകരിച്ച് അള്ളാഹു നൽകും. എത്രയോ ആവശ്യങ്ങൾ നമുക്ക് നേടാനുണ്ട്. അപ്പോൾ ഒരു 60 ആവശ്യങ്ങൾ നേടാൻ ഒരു 100 തവണ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന ആ ഒരു ദിക്ർ, ആ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതിയെന്ന് ഹബീബായ നബി തങ്ങൾ തന്നെ അവിടുത്തെ ഖൗലുകൊണ്ട്, അവിടുത്തെ നാവ് കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നത്തെ രാത്രി അതുപോലെ നാളത്തെ പകൽ അതൊക്കെ വലിയ ബറക്കത്തുള്ള രാത്രിയാണ്, വലിയ ബറക്കത്തുള്ള പകലാണ്. ഒരുപാട് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളുണ്ട്. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. എത്ര മുഅ്മിനീങ്ങളാണ് പല വിഷമങ്ങളും പറഞ്ഞവർ. എൻ്റെ പ്രിയമുള്ള ഉമ്മമാർ, സഹോദരിമാർ, നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് നിസ്കരിച്ച നിസ്കാരം അള്ളാഹ് സ്വീകരിച്ചോ നമുക്കറിയോ? ഇന്ന് നമ്മൾ രാവിലെ സുബഹി നിസ്കരിച്ചു, അള്ളാഹു ആ സുബഹി കബൂലാക്കിയോ ഇല്ലയോ നമുക്കറിയോ? അറിയില്ല. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ളുഹർ നിസ്കരിക്കും, അല്ലെങ്കിൽ അസർ നിസ്കരിക്കും, മഗ്രിബ് നിസ്കരിക്കും, അങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഒരുപാട് അമൽ ചെയ്യുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. ഇതൊക്കെ പക്ഷേ റബ്ബ് സ്വീകരിച്ചു എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ ഞാൻ പറയുന്നു, ഉറപ്പ് പറയുന്നു, ഇത് ഞാൻ പറയല്ല, ഹബീബായ നബി തങ്ങളുടെ വാക്കാണ്. ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്ത് ഉറപ്പായും അള്ളാഹു സ്വീകരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. അത് സ്വീകരിക്കുമെന്നതിൽ സംശയമേ ഇല്ല. കാരണം ഹബീബായ നബി തങ്ങൾ തന്നെ പരിചയപ്പെടുത്തി തന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായി പറയപ്പെട്ട സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും നെഞ്ചേറ്റി ഒന്ന് ചൊല്ലാൻ തയ്യാറായാൽ നമ്മുടെ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടും, നമുക്കത് കബൂലിയത്തും കിട്ടും. നാളെ റബ്ബിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനം ലഭിക്കും. ഹബീബായ നബി തങ്ങളുടെ തിരുനോട്ടം നമുക്ക് ലഭിക്കും. ഹൗലുൽ കൗസർ നമുക്ക് കിട്ടും. സിറാത്ത് പാലത്തിൽ മുത്തുനബി തങ്ങൾ നമ്മുടെ കൈപിടിക്കും. മീസാനിൽ നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങുന്ന അമലായിട്ടുണ്ടാവും. ഖബർ ചെന്ന് കിടക്കുന്ന സമയത്ത്, ആരോരും കൂട്ടിനില്ലാത്ത സമയത്ത് ഹബീബായ നബി തങ്ങളുടെ തിരുനോട്ടം നൽകി അള്ളാഹു നമുക്ക് കൂട്ടു നൽകും. തുടങ്ങിയിട്ട് എത്ര നേട്ടങ്ങളാണ് മഹാന്മാർ എണ്ണി പറയുന്നത്. ഈ അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് നമ്മളുടെ ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മലക്കുകൾ നമ്മളുടെ പേരും ഈ സ്വലാത്തും ചേർത്തിട്ട് ആ ഏടിൽ എഴുതി വെച്ച് റബ്ബിൻ്റെ അടുക്കൽ കൊണ്ട് അതൊന്ന് സമർപ്പിക്കുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അത്ഭുതമായ ഒരു അമലാണിത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അവൻ പൊരുത്തപ്പെടുന്നവരെ ചേർക്കട്ടെ. ഹബീബായ നബി തങ്ങൾ പൊരുത്തപ്പെടുന്നവരെ ചേർത്ത് ഒരു മാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.